വിജയ്, ഈ ഹൈന്ദവ വിശ്വാസപ്രകാരം ഈ സ്വസ്തിക എന്ന് പറയുന്നൊരു ചിഹ്നം ഉണ്ടല്ലോ. നമ്മൾ ഈ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ അത് വരച്ചിട്ടുണ്ടാവും. ഈ ബ്രാഹ്മണർ വീടിൻ്റെ മുമ്പിൽ കോലം വരയ്ക്കുമ്പോൾ ആ ഒരു ചിഹ്നം പൂജാ കർമ്മങ്ങളിൽ നമ്മൾ ഈ ഭഗവതി കോലമൊക്കെ ഉണ്ടാക്കുമ്പോൾ മാതിരി വരച്ച് ചേർക്കാറുണ്ട്. നാസി ജർമ്മനിയുടെ കൊടിയിലും ഈ സമാനമായ ഒരു ചിഹ്നം, അതും സ്വസ്തിക എന്ന് തന്നെയാണ് അതും അറിയപ്പെടുക. രണ്ടും രണ്ട് അർത്ഥത്തിലുള്ളതാണെന്നേ ഉള്ളൂ. പക്ഷെ ഫിൻലൻഡ് അവരുടെ വ്യോമസേനയുടെ കൊടിയിലും സമാനമായ ഒരു ചിഹ്നം കടന്നുകൂടിയിരുന്നു. അപ്പോൾ അവർ ഇത് സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ട കാര്യം, ഇത് നാസി ജർമ്മനിയുടെ കൊടി തന്നെയല്ലേ എന്നൊരു ആക്ഷേപം നേരിട്ട ഒരു സൈനിക വിഭാഗമാണ്. പക്ഷെ അവരിപ്പോൾ തെറ്റിതിരുത്താൻ തയ്യാറാകുന്നു. അവർ ആ ചിഹ്നം ഉപേക്ഷിക്കുകയാണ്. എന്താണ് സംഗതി? ഇതിൽ ഈ സ്വസ്തിക ചേട്ടൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞില്ല, ഹിന്ദുക്കളുടെ ഭവനങ്ങളിൽ ഇങ്ങനെ കാണാറുണ്ട്. പ്രത്യേകിച്ച് ബ്രാഹ്മണ ഫാമിലീസിലാണ് നമ്മളിത് കാണാറ്, കോലം വരയ്ക്കുമ്പോഴൊക്കെ. ഒരു രസകരമായ സംഭവം എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതും കൂടെ അതിൽ നിന്ന് തുടങ്ങാം. അതായത് എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ബ്രാഹ്മണ കുടുംബമാണ് അവർ. അപ്പോൾ അദ്ദേഹം വിവാഹം കഴിച്ചത് ജർമ്മനിയിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഒരു വെക്കേഷനിൽ ഈ പറയുന്ന അദ്ദേഹം അപ്പൂപ്പനെയും അമ്മൂമ്മയും എല്ലാവരെയും കൊണ്ട് ജർമ്മനിയിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് ഈ കോലം വരച്ചു. അപ്പോൾ ജർമ്മനിയിൽ ഈ സ്വസ്തിക കണ്ടു കഴിഞ്ഞുള്ള അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് ചരിഞ്ഞിരിക്കുന്നു നേരെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ അവർക്ക് അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കോലം വരച്ചപ്പോൾ അവിടുത്തെ അയൽക്കാർ പ്രശ്നം ഉണ്ടാക്കി. ഇവിടെ ഹിറ്റ്ലറിനെ അനുകൂലിക്കുക. അപ്പോൾ അത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അവർക്ക് പിന്നെ അത് പറഞ്ഞ് ബോധിപ്പിക്കേണ്ടി വന്നു. ഇങ്ങനെ ഇതല്ല, ഇത് നമ്മൾ ഇവിടെ ഭാരതം എന്ന് പറഞ്ഞ രാജ്യമുണ്ട്, അവിടെ ഇങ്ങനെ സ്വസ്തിക ഇതുണ്ട്, അത് ഇതുപോലത്തെ ഒരു ചിഹ്നമേ അല്ല, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ സ്വസ്തിക ഇപ്പോഴത്തെ ഈ വാർത്താ പ്രസക്തി എന്താണെന്ന് പറഞ്ഞാൽ, ഫിൻലാൻഡ് ഈ അവരുടെ വായുസേനയുടെ പതാകയിൽ നിന്ന് സ്വസ്തിക നീക്കുന്നു എന്നുള്ളതാണ്. അതായത് പതിറ്റാണ്ടുകളായിട്ട് ഈ ഒരു സ്വാസ്തിക ചിഹ്നം ഇവർ ഉപയോഗിച്ച് വരികയായിരുന്നു. ഇത് ഒരു ചരിത്രപരമായിട്ടുള്ളൊരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട്. അതായത് സ്വാസ്തിക ചിഹ്നം ഫിൻലാൻഡിൻ്റെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് നാസി ജർമ്മനിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത് ഹിറ്റ്ലറിൻ്റെ എന്താ പറയുക, നാസി ജർമ്മനി ആണ് ഈ സ്വസ്തിക വളരെ ഇത്രയധികം കുപ്രസിദ്ധമാക്കിയത്. പക്ഷേ അതേ നാസി ജർമ്മനിയായിട്ട് യാതൊരു ബന്ധവുമില്ലാതെയാണ് ഇത് ഇവിടെ ഉപയോഗിച്ച് വരുന്നത്. ഫിൻലാൻഡിൽ 1918 മുതൽ ഫിൻലാൻഡിൻ്റെ വ്യോമസേനയുടെ ഔദ്യോഗിക ചിഹ്നമായിട്ടാണ് ഇത് ഉപയോഗിച്ച് വന്നിരുന്നത്. അവർക്കതൊരു പാരമ്പര്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് അവരിതിനെ കണ്ടിരുന്നത്. വിവാദത്തിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ നാസി ഭരണം ഈ ചിഹ്നം അവരുടെ ദുഷ്പ്രവർത്തികൾക്കായിരുന്നു. നമുക്കറിയാം, ജൂതവേട്ട അതിനുവേണ്ടി ഉപയോഗിച്ചതോടെ ലോകമെമ്പാടും അത് വെറുപ്പിൻ്റെയും വംശഹത്യയുടെയൊക്കെ പ്രതീകമായിട്ട് മാറി. ഈ ജൂതവേട്ട ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ അതിക്രൂരമായിട്ടുള്ള ഈ വേട്ടയാടലായിരുന്നല്ലോ. കണ്ടോൺമെൻറ്റ് സെല്ലിനകത്ത് അവരെ ക്രൂരമായി ജൂതന്മാരെ കൊന്നൊടുക്കി, കുട്ടികളും സ്ത്രീകളും അടക്കം. അപ്പോൾ അതോടെ ആ ഒരു വെറുക്കപ്പെട്ടവൻ്റെ ഒരു ചിഹ്നമായിട്ടിത് മാറി. ഈ ഹിറ്റ്ലറിനെ പറ്റി ഞാൻ പഠിച്ച പുസ്തകത്തിൽ എഴുതിയിരുന്നത് ദ മോസ്റ്റ് പ്യൂറസ്റ്റ് ഫോം ഓഫ് ഈവിൾ എന്നുള്ളതാണ്. അത് എന്നെ വളരെ എനിക്ക് വളരെ ആകാംക്ഷ തോന്നിയത് വായിച്ചപ്പോൾ. കാരണം ഈവിളിൻ്റെ ഏറ്റവും ശുദ്ധമായ, അതായത് തിന്മയുടെ ഏറ്റവും ശുദ്ധമായ രൂപം എന്നാണ് ഹിറ്റ്ലറിനെ വർണ്ണിച്ചിരുന്നത്. അപ്പോൾ അതോടെ ഫിൻലാൻഡിൻ്റെ പതാകയിലുള്ള ഈ ഒരു ചിഹ്നം അന്താരാഷ്ട്ര വേദികളിൽ ഒരു രാഷ്ട്രീയ വിവാദത്തിന് കാരണമായി. അപ്പോൾ നാറ്റോയിൽ ചേർന്നതോടെ ഫിൻലാൻഡിൻ്റെ സഖ്യകക്ഷികൾക്ക് ഈ ചിഹ്നം അസ്വസ്ഥതയുണ്ടാക്കി. ഫിൻലാൻഡിൻ്റെ തീരുമാനം അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ തങ്ങളുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾക്കും സഖ്യകക്ഷികളുടെ വികാരങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് ഫിൻലാൻഡ് സ്വാസ്തിക ചിഹ്നം ഔദ്യോഗികമായിട്ട് ഇപ്പോൾ നീക്കാൻ അല്ലെങ്കിൽ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സാംസ്കാരികപരമായ പാരമ്പര്യങ്ങളെക്കാൾ അന്താരാഷ്ട്ര സഹകരണവും സമാധാനപരമായിട്ടുള്ള നിലപാടുമാണ് ഒരു രാജ്യത്തിന് പ്രധാനമെന്നാണ് ഇവരിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു മനസ്സിലാക്കലിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് വന്നത്. നമുക്കിതിൽ ഒരു രസകരമായിട്ടുള്ളൊരു വസ്തുത എന്തെന്ന് പറഞ്ഞാൽ, ഈ ഹിറ്റ്ലറിന് ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയണ്ടേ? അതായത് ഈ സ്വസ്തിക നമുക്ക് ഇതെങ്ങനെയാണ് ഹിന്ദുക്കൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതൽ ഈ ചിഹ്നം കാണുന്നുണ്ട്. ഇത് വൈദികമായിട്ടുള്ള പാരമ്പര്യത്തിൽ ഇത് ചിഹ്നം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ എങ്ങനെയാണ് ഹിറ്റ്ലറിന് കിട്ടിയതെന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. 1920കളുടെ തുടക്കത്തിൽ പുരാതന മതചിഹ്നമായിട്ടുള്ള ഈ സ്വസ്തിക എന്ന് പറയുന്നത് ജർമ്മൻ റീച്ചിനെ പ്രതിനിധീകരിക്കാൻ അഡോൾഫ് ഹിറ്റ്ലർ സ്ഥിരീകരിച്ചൊരു കാര്യമാണ്. ജർമ്മൻ റീച്ച് എന്ന് പറയുന്നത് ഒരു ഒക്കൾട്ട് മതമാണ്. ഒക്കൾട്ട് മതം എന്ന് പറയുന്നത് ഒരു ഈ പറയുന്ന പോലെ അന്ധവിശ്വാസങ്ങൾ, ഈ മന്ത്രവാദം, അത്തരത്തിലുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് ഈ നാസി പാർട്ടിയുടെ ചിഹ്നമായിട്ട് മാറിയത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. അതായത് നമ്മൾ ഈ സ്വസ്തിക ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ ഈ സ്വസ്തിക ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഈ സ്വസ്തിക ഒരു കൈകൾ വളഞ്ഞുപോയ കുരിശായിട്ടാണ് പാശ്ചാത്യ ലോകത്ത് ഇതിനെ കാണുന്നത്.
അതായത് അവർ നോക്കുമ്പോൾ ഇത് കുരിശിൻ്റെ സ്ട്രക്ചറുണ്ട്, പക്ഷേ അതിൻ്റെ കൈകൾ ഒടിച്ച് വളച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് അവർ ഇതിനെ അത്തരത്തിൽ ഒരു ആൻറ്റി സെമറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന അബ്രഹാമിക് മതങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു മതചിഹ്നമായി കൂടെ ഇതിനെ കാണുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് സ്വസ്തിക എന്നത് അഡോൾഫ് ഹിറ്റ്ലറുടെ നാസി ഭരണകൂടത്തിൻ്റെ പര്യായമായിട്ട് മാറിയത് ഇങ്ങനെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ചുവപ്പും കറുപ്പും നിറത്തിലുള്ളൊരു പ്രതീകം ആണ് അതിനുള്ളത്. ഇത് എല്ലായ്പ്പോഴും അങ്ങനെ ആയിരുന്നില്ല. നാസികൾ സ്വീകരിക്കുന്നതിന് മുമ്പ്, വളരെ മുമ്പ് തന്നെ സ്വസ്തിക ഒരു പ്രതീകമായി നിലനിന്നിരുന്നു. കൂടാതെ ചിഹ്നത്തിൻ്റെ കഥ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ വളരെ ദൈർഘ്യമേറിയത്, അല്ലെങ്കിൽ അത്രയും സങ്കീർണമായിട്ടുള്ളൊരു ചരിത്രമാണ് ഈ ചിഹ്നത്തിനുള്ളത്. എന്തുകൊണ്ടാണ് ഹിറ്റ്ലർ സ്വസ്തിക തിരഞ്ഞെടുത്തതെന്നുള്ള ചോദ്യം, അധികാരത്തിലേക്ക് ഉയരാൻ തുടങ്ങിയപ്പോൾ തൻ്റെ പ്രസ്ഥാനത്തെയും നാസി പാർട്ടിയെയും ജർമ്മനിയുടെ ശക്തമായ ഭാവിയും ഉൾക്കൊള്ളുന്ന ഒരു ചിഹ്നം തേടിയപ്പോൾ സ്വസ്തിക വ്യക്തമായ ഒരു തിരഞ്ഞെടുപ്പായിട്ട് മാറി. അതായത് ഗ്രീക്ക് പുരാണത്തിലെ നഷ്ടപ്പെട്ട നഗരമായ ട്രോയ് എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്. ട്രോയിയെ കണ്ടെത്തുന്നതിൽ ജർമ്മൻ പുരാവസ്തു ഗവേഷകനായിട്ടുള്ള ഹെൻറിച്ച് ഷെലിമാൻ ആകർഷകനായി. 1868 അദ്ദേഹം തൻ്റെ ഇലിയഡിൻ്റെ പകർപ്പുമായി മെഡിറ്ററേനിയൻ കടൽ തിരയാൻ പുറപ്പെട്ടു. ഷെലിമാൻ്റെ അന്വേഷണം അദ്ദേഹത്തെ തുർക്കിയിലെ ഈജിയൻ തീരത്തുള്ള ഹിസാർലിക് എന്ന നിഗൂഢമായ കുന്നിലേക്ക് നയിച്ചു. 1870-കളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള നാഗരികതയുടെ പാളികൾ ഷെലിമാൻ അവിടെ നിന്ന് കുഴിച്ചെടുത്തു. ഏറ്റവും പഴക്കം ചെന്നത് ട്രോയ് ആണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതിഹാസ നഗരം കണ്ടെത്തി ഷെലിമാൻ കരുതിയതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പാളിയായിരുന്നെങ്കിലും ആഭരണങ്ങൾ, വെങ്കലം, വെള്ളി, സ്വർണം എന്നിവയുടെ ഒരു ശേഖരം കൂടി അവിടെ നിന്ന് കണ്ടെത്തി. എന്നിരുന്നാലും പുരാതന അവശിഷ്ടങ്ങളിൽ നിന്ന് അദ്ദേഹം മറ്റൊരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ കൂടെ നടത്തി. വളഞ്ഞ കൈകളുള്ള ഒരു കുരിശിനോട് സാമ്യമുള്ള ഒരു ചിഹ്നം, ഏകദേശം 1800 വർഷങ്ങളോളം പഴക്കമുണ്ടായിരുന്നു എന്നാണത്. അപ്പോൾ അതാണ് ഈ സ്വസ്തിക എന്ന് പറയുന്നത്. ആദ്യമായിട്ട് പാശ്ചാത്യ ലോകം അങ്ങനെയാണ് സ്വസ്തികയുമായിട്ട് കണ്ടുമുട്ടുന്നത്. ഷെലിമാൻ്റെ ആവേശകരമായിട്ടുള്ള ഖനനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലായിടത്തും പരന്നു. തുടർന്ന് സ്വസ്തിക പ്രത്യക്ഷപ്പെട്ടു. അത് സർവ്വവ്യാപിയായിട്ടുള്ളൊരു ചിഹ്നമായിട്ട് മാറി. യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും എല്ലായിടത്തും ഇത് ദൃശ്യമാവാൻ തുടങ്ങി. അതേസമയം സ്വസ്തികയുടെ നീണ്ട ചരിത്രം ജർമ്മൻ ദേശീയവാദികളുടെ പ്രിയപ്പെട്ട ചിഹ്നമായി മാറി. അവർ ആര്യന്മാർ എന്നറിയപ്പെടുന്ന ഒരു പുരാതന മാസ്റ്റർ വംശത്തിൽ നിന്നാണ് തങ്ങൾ വന്നതെന്ന് വികലമായ സിദ്ധാന്തത്തെ പിന്തുണച്ചു. എനിക്ക് തോന്നുന്നു ഇത് വളരെ പഴക്കം ചേർന്ന ഒരു മതചിഹ്നമായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ചിഹ്നമായതുകൊണ്ട് ഇത് ആര്യൻ വംശജരുടെ, കാരണം അവരാണല്ലോ ഏറ്റവും പഴക്കം ചെന്ന ഒരു റേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവരുടേതായിരിക്കാം ഈ ഒരു ചിഹ്നം എന്നുള്ള അനുമാനത്തിലായിരിക്കാം ഹിറ്റ്ലർ ഇത്തരത്തിലുള്ളൊരു ചിന്തയിലേക്ക് വന്നത്. എന്തായാലും ഇപ്പോൾ ഈ സ്വസ്തികയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഇതിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. അതായത് ഹിറ്റ്ലറിൻ്റെ, അതായത് RSSന്റെ ഒരു പ്രിയപ്പെട്ട ചിഹ്നം കൂടെ ആണല്ലോ. അപ്പോൾ അത്തരത്തിൽ ഇത് ഹിറ്റ്ലറും ഇവരൊക്കെ ഒരേ നിക്കറാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ചർച്ച വരുന്നുണ്ട്. എന്തായാലും ഒരു ചിഹ്നം എന്ന് പറയുന്നത് നമുക്ക് പല കാര്യങ്ങളും ഓർപ്പിക്കുന്നതാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ മതത്തിൽ ഒരു കുരിശ് കാണുമ്പോൾ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ത്യാഗമാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഒരു ചിഹ്നത്തിന് ഒരു മനുഷ്യൻ കാരണം ആ ചിഹ്നം ഇത്രയധികം കളങ്കപ്പെട്ടു. അതുകൊണ്ട് അവരുടെ ദേശീയ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് അതിനെ ഇനി വയ്ക്കാൻ ഫിൻലാൻഡ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവരത് ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ വാർത്ത.